കേരളത്തിലെ സ്വകാര്യ ചിട്ടി സ്ഥാപനങ്ങളുടെ ഫോർമാൻമാരുടെ സംഘടനയാണ് ഓൾ കേരള ചിട്ടി ഫോർമാൻസ് അസോസിയേഷൻ. എൻ്റെ ഈ പത്രസമ്മേളനം ഞാൻ അതിൻ്റെ ചെയർമാനാണ് ഡേവിസ് കണ്ണാക്കി. ശിവകുമാർ എൻ്റെ സ്റ്റേറ്റ് ഓർഗനൈസേഷൻ സെക്രട്ടറിയാണ്, എ വി ശിവകുമാർ. പിന്നെ സി എൽ ഗിനേഷ്യസ് ട്രഷറാണ്. വിമലാനന്ദൻ മാഷ് സംസ്ഥാന സെക്രട്ടറിയാണ്. ഇപ്പം ഞങ്ങളൊരു സമര പോരാട്ട രംഗത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പം അതിൻ്റെ കൺവീനറാണ്, സംസ്ഥാന ജനറൽ കൺവീനറാണ് അഡ്വക്കേറ്റ് സി ആർ ജയ്സൺ. അപ്പം എന്താ വെച്ചാൽ ഈ കേന്ദ്ര ചിട്ടി നിയമം വന്നതിന് ശേഷം എല്ലാ കാര്യങ്ങളും രജിസ്ട്രേഷൻ വകുപ്പിന്റെ നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ റവന്യൂ ഉണ്ടാക്കുന്ന രണ്ടാമത്തെ വകുപ്പ് എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ വകുപ്പാണ്. ആ രജിസ്ട്രേഷൻ വകുപ്പിൽ തന്നെ ഇപ്പൊ നല്ല ഗണ്യമായിട്ടുള്ള റവന്യൂ സോഴ്സ് എന്ന് പറയുന്നത് ഈ ചിട്ടി സേവനങ്ങൾക്ക് നൽകുന്ന ഫീസാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിന് ആനുപാതികമായിട്ടുള്ള സേവനങ്ങൾ ഈ ചിട്ടി മേഖലയ്ക്ക് കിട്ടുന്നില്ല. ഇതിന്റെ പ്രധാന കാരണം ആവശ്യത്തിനുള്ള സ്റ്റാഫിനെ നിയമിക്കുന്ന കാര്യത്തിൽ വളരെ ഒരു നിഷേധാത്മക നയമാണ് സർക്കാരുകൾ കുറെ കാലമായിട്ട് തുടർന്ന് വരുന്നത്. അപ്പൊ അതൊരു വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. ഈ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ നമുക്ക് ചിട്ടിയുടെ രീതിശാസ്ത്രം അറിയാം. ആൾക്കാരുടെ ഒരു നിശ്ചിത ഗ്രൂപ്പിന്റെ കയ്യിൽ നിന്നുള്ള തവണ സംഖ്യകൾ സമാഹരിച്ചിട്ട് അത് വിൽക്കുന്നവർക്കും കിട്ടുന്നവർക്കുമായിട്ട് കൊടുക്കുക എന്നുള്ള ഒരു പ്രക്രിയയാണ് ഈ ചിട്ടി എന്ന് പറയുന്നത്. അപ്പൊ അതിൽ കമ്പനികൾക്ക് ഉള്ള റോൾ എന്ന് പറഞ്ഞാൽ അതിൽ ചേരുന്നവരൊക്കെ കാശ് സമാഹരിച്ച് എടുക്കുക, അത് വിളിക്കുന്നവർക്കും കിട്ടുന്നവർക്കായിട്ട് അതിലെ വരിക്കാർക്ക് തന്നെ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. അതിനുള്ള ഒരു സേവന പ്രതിഫലമാണ് ഈ ഫോർമൽ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് സമയബന്ധിതമായിട്ട് നടന്നില്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും. ഇപ്പൊ നമുക്കൊരു കുറി തുടങ്ങണമെങ്കിൽ, സ്വകാര്യ ചിട്ടി സ്ഥാപനങ്ങൾക്ക് കുറി തുടങ്ങണമെങ്കിൽ നമ്മൾ ആദ്യം ആ കുറിയുടെ സ്ഥല സർക്കാരിൽ കെട്ടിവെക്കണം. എന്നിട്ട് വേണം മുൻ അനുമതി വാങ്ങി അതിന്റെ നമ്പർ സഹിതം മാത്രമാണ് നോട്ടീസ് അടിച്ച് വരിക്കാരെ നമുക്ക് സ്വീകരിക്കാനും ക്ഷണിക്കാനും പറ്റുള്ളൂ. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഈ പൈസ കെട്ടി അപേക്ഷ കൊടുത്താൽ അതിൻ്റെ ഒരു പല തട്ടുകളുണ്ട്. സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് ജില്ലാ രജിസ്ട്രാർ ഓഫീസിലേക്ക് വരണം, അങ്ങനെ ചില പോക്കുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 2-3 മാസമൊക്കെ ദീർഘിക്കുക അനുഭവമാണ് ഉള്ളത്. അപ്പൊ നിശ്ചയിച്ച കാലാവധിക്കും സമയത്തിലും കുറി തുടങ്ങാനായിട്ട് പറ്റാത്തൊരു പ്രതിസന്ധി. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്റ്റാഫില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രശ്നം ഈ നമ്മൾ കുറി കെട്ടിവെച്ച സംഖ്യ കുറി വട്ടെത്തി സമാപ്തീകരിച്ച് തിരിച്ചു കിട്ടണം. അപ്പൊ ആ തിരിച്ചു കിട്ടാനും ഇതേ പ്രക്രിയയാണ്. അപ്പൊ അത് സമയബന്ധിതമായിട്ട് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ കുറി കമ്പനികളെ സംബന്ധിച്ച് പുതിയ കുറിക്ക് പൈസ കെട്ടാൻ പറ്റാത്ത ഒരു സാമ്പത്തിക ഞെരുക്കം വരും. അത് ഇപ്പൊ ഒരു പ്രധാന പ്രശ്നം ഈ സ്റ്റാഫിന്റെ കുറവ് മൂലം അത് നിൽക്കുന്നു. പിന്നെ ഇപ്പൊ ഇത് ആർബിട്രേഷൻ റൂട്ടാണ് ചിട്ടികൾക്ക് കേന്ദ്ര നിയമം അനുസരിച്ച്. അപ്പൊ അത് നല്ലതാണ്. കാരണം എന്താ വെച്ചാൽ വലിയ കാലതാമസം കൂടാതെ ഈ തിരിച്ചടവ് അത് കുടിശ്ശിക വരുന്ന സംഖ്യ തിരിച്ചെടുക്കാനുള്ള ഒരു സംവിധാനമാണ് ആർബിട്രേഷൻ എന്ന് പറയുന്നത്. വലിയ സാമ്പത്തിക ഭാരമൊന്നുമില്ല, പെട്ടെന്ന് കാര്യസാധ്യം നടക്കുന്നതാണ്. പക്ഷെ ഇപ്പൊ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആവശ്യത്തിന് ആർബിട്രേറ്റർമാരെ നിയമിക്കുന്നില്ല. ആർബിട്രേറ്ററെ നിയമിക്കില്ല എന്ന് മാത്രമല്ല, ഇവരെ മറ്റ് ചെറിയ താഴെയുള്ള ഓരോ തസ്തികയിൽ നിന്നും താൽക്കാലികമായിട്ട് ഈ ചുമതലയിൽ വയ്ക്കുകയും അവരൊരു കൊല്ലം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് മാറിപ്പോകേണ്ട ഒരു സാഹചര്യം വരിക. അപ്പൊ ഒരു കണ്ടിന്യൂറ്റി ഇതിന് കിട്ടുന്നില്ല. അപ്പൊ തൃശ്ശൂരൊക്കെ കേരളത്തെ സംബന്ധിച്ച് മൊത്തം എല്ലാ ജില്ലകളിലും നടക്കുന്ന കുറികളുടെ അത്രയും തന്നെ അതിന്റെ പകുതികളിൽ ഏറെ കുറികൾ തൃശ്ശൂരാണ് നടക്കുന്നത്. ഇവിടെ ഇപ്പോൾ 2 ആർബിട്രേറ്റർമാരെ നിയമിക്കണം എന്ന് നിരന്തരമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നില്ല. പക്ഷെ ആ തസ്തിക അനുവദിച്ചിട്ടില്ല. 2 പേരെ നിയമിക്കുന്നു. അവര് ഈ പറഞ്ഞ പോലെ അവര് ഒരു കൊല്ലത്തെ നിയമനം കഴിയും മുമ്പേ അവര് പണികൾ നിർത്തിവെക്കും. കാരണം എന്താ വെച്ചാൽ അവർക്ക് പുതിയ ഹർജി സ്വീകരിച്ച് ഡേറ്റ് കൊടുക്കാനൊന്നും പറ്റാത്ത ഒരു സാഹചര്യം വരും. അതുകൊണ്ട് അവരുടെ പ്രവർത്തനം നിർത്തിവെക്കും. പുതിയത് വീണ്ടും നിയമനം കിട്ടിയ 1 മാസം 2 മാസം കഴിയും ഈ പ്രക്രിയ വീണ്ടും പുനരാരംഭിക്കും. അപ്പൊ ഒരു അക്ഷന്തവ്യമായിട്ടുള്ള കാലതാമസമാണ് ഇതിനൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ വളരെ ലളിതമായിട്ട് പരിഹരിക്കാവുന്ന കാര്യമാണ്. പക്ഷെ അത് ഈ ധനകാര്യ വകുപ്പ് എപ്പോഴും പറയുന്നത് സാമ്പത്തിക ഞെരുക്കം കാരണം തസ്തികകൾ അനുവദിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ സാമ്പത്തിക ഞെരുക്കം ഉണ്ടെങ്കിലും ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ മന്ത്രിസഭ 380 തസ്തികകളാണ് അനുവദിച്ചത്. അതിന് ഏറ്റവും അധികം PSCക്കാണ് തസ്തിക അനുവദിച്ചത്. അതിന് ഏറ്റവും വലിയ കൗതുകകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇത്രയും അടിയന്തര ആവശ്യമുള്ള ഒരു മേഖലയിൽ ഈ കാര്യത്തോട് വളരെ നിഷേധാത്മകമായ
കാര്യമാണ് നടക്കുന്നത്. മറ്റൊന്നെന്ന് വെച്ചാൽ ഈ ചിട്ടി ഇപ്പൊ കേന്ദ്ര നിയമം അനുസരിച്ച് കേരളത്തിൽ നടത്താൻ പറ്റുള്ളൂ. പക്ഷെ നമുക്കറിയാം ഈ സഹകരണ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ നിയമത്തിനെ ബൈപ്പാസ് ചെയ്തിട്ട് അവരൊരു ഉത്തരവിന്റെ പുറത്ത് GDS MDS എന്ന് പറഞ്ഞിട്ടൊക്കെ ഈ ചിട്ടി തന്നെ പേര് മാറിയെന്നുള്ളൂ നടത്താൻ അനുവാദം നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിനെതിരെ അസോസിയേഷൻ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി വിധിയുടെ ഒരു പ്രതിഫലനം ഉണ്ടായത് സഹകരണ വകുപ്പ് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതിന്റെ പേരൊന്ന് മാറ്റി മന്ത്ലി സേവിങ് സ്കീം എന്നാക്കി. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി. വീണ്ടും ഇപ്പോൾ വ്യാപകമായിട്ട് സഹകരണ സ്ഥാപനങ്ങൾ അനധികൃതമായിട്ട് ചിട്ടികൾ നടത്തിക്കൊണ്ടിരിക്കുക. അതല്ല ഇപ്പൊ അതിന്റെ പള്ളികള്, അമ്പലങ്ങള്, തൊഴിലാളി സംഘടനകൾ, വ്യാപാരി സംഘടനകൾ, വീട്ടുകാര്, കുടുംബ കൂട്ടായ്മകളൊക്കെ എല്ലായിടത്തും കുറിയാണ്. ഒരു വാസ്തവത്തിൽ വ്യാജമദ്യം പോലെ തന്നെ ഒരു നയവിരുദ്ധയുള്ള പ്രവൃത്തി നടക്കണം. പക്ഷെ ഒരു പരിശോധനയില്ല, നടപടിയില്ല. പലയിടത്തും ഇത്തരം സ്ഥാപനങ്ങളൊക്കെ ഏർപ്പാടുകൾ കൂടിയുന്നു, ആൾക്കാരെ കാശ് പോകുന്നു, ഇതൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഇത് ഒരു നിയമം നിലനിൽക്കുക, നിയമത്തെ ബൈപ്പാസ് ചെയ്ത് ഇങ്ങനെ വളരെ വ്യാപകമായിട്ട് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ ഒന്ന് സർക്കാർ ഇടപെടണം എന്നതാണ് ഞങ്ങളുടെ മറ്റൊരു ആവശ്യം. ഇനി ഈ ജീവനക്കാർക്കൊന്നും വേണ്ട പരിശീലനം കൊടുക്കാണ്ട് വന്നിട്ട് ഓരോ തസ്തികയിൽ കൊണ്ടുവയ്ക്കും. അവർക്ക് ചിട്ടി എന്താണെന്ന് അറിയില്ല, ചിട്ടി നിയമം അറിയില്ല, ഇതിന്റെ നടപടിക്രമങ്ങൾ അറിയില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ട് ഇരിക്കുന്നത്. പിന്നെ ഞങ്ങൾ GST ആണ് വേറെ പ്രശ്നമുണ്ട്. ശരിക്കും GST ചിട്ടിക്ക് പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സാങ്കേതികമായിട്ടുള്ള ഒരു നിലപാട്. കാരണം എന്താ വെച്ചാൽ ചിട്ടി എന്ന് പറയുന്നത് ഒരു സേവിങ്സും അതുപോലെ തന്നെ ലെൻഡിങ്ങും ആണ്. വായ്പ സമ്പാദ്യ സംവിധാനത്തിന്റെ ഒരു അത് അതിന്റെ ഒരു കൂട്ടിച്ചേർക്കലാണ്. അപ്പൊ ഈ ബാങ്കിലാണെങ്കിൽ ഇതിന് രണ്ടിനും GST ഇല്ല. നമുക്ക് നിക്ഷേപത്തിന് GST ഇല്ല, അതുപോലെ ലെൻഡിങ്ങിന് GST ഇല്ല. അത് ചിട്ടിക്ക് വരുമ്പോ അത് GST വരിക. അപ്പൊ ഇത് സാധാരണക്കാരെ, ഇടത്തരക്കാരുടെ, പാവപ്പെട്ട ജനങ്ങളുടെ ഒക്കെ ഒരു സമ്പാദ്യ വായ്പ സംവിധാനമാണ്. അതിന് ഒരു നിലയ്ക്ക് ഇതിന് മറ്റേ GST പാടില്ല എന്നുള്ള നിലപാടാണ് അസോസിയേഷൻ തുടങ്ങുന്നത് ഓൾ ഇന്ത്യ തലത്തിൽ എടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇപ്പൊ കേന്ദ്ര ധനമന്ത്രിയുടെ സമീപനം എന്താണെന്ന് വെച്ചാൽ, ഇതൊരു കാര്യം നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ അതിന്റെ അഫക്റ്റഡ് പാർട്ടികൾ ഏതാണ്ട് ആ സ്റ്റേറ്റുകൾ GST കൗൺസിലിൽ ഇത് ഉന്നയിക്കട്ടെ എന്നാണ് പറയുന്നത്. അപ്പൊ ഏറ്റവും അതിന് അർഹത എന്ന് പറയുന്നത് കേരളത്തിനാണ്. കാരണം കേരളം ഒരു പൊതുമേഖലാ സ്ഥാപനം KSFE ചിട്ടി നടത്തുന്നുണ്ട്. അപ്പൊ ധനമന്ത്രി അത് അവിടെ ഉന്നയിക്കണം എന്നുള്ളതാണ് ഈ കേന്ദ്ര ധനമന്ത്രിയുടെ ഒരു നിലപാട്. ഞങ്ങളൊക്കെ അദ്ദേഹത്തെ അവിടെ അനൗപചാരികമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഗവൺമെന്റ് ഒരു നയമായിട്ട് എടുക്കണം. ഈ ജനങ്ങളുടെ, അടിസ്ഥാന ജനങ്ങളുടെ ഈ സമ്പാദ്യ വായ്പാ സംവിധാനത്തിന് ഇങ്ങനെ ഒരു ഭാരം, അനാവശ്യ ഭാരം അടിച്ചേൽപ്പിച്ച ആൾക്കാരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന ഒരു സമീപനം പാടില്ല. അപ്പൊ പൂർണ്ണമായിട്ടും GST ഉപേക്ഷിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഈ സമരത്തിന് ആധാരമായിട്ടുള്ള കാര്യം. അപ്പൊ ജില്ലാടിസ്ഥാനത്തിൽ കളക്ടറേറ്റ് മാർച്ച്, സ്റ്റേറ്റിലേക്ക് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മാർച്ചൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ള. 7-ാം തീയതി ഞങ്ങളിവിടെ, 10-ാം തീയതി ഞങ്ങളിവിടെ തൃശ്ശൂർ ജില്ലയിൽ കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങളൊക്കെ ഇനിയിപ്പോ ജയ്സൺ ആ കേസിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശം, ഹൈക്കോടതി പറഞ്ഞത് ഇത് നയപരമായിട്ട് സർക്കാർ എടുക്കേണ്ട തീരുമാനമാണ് എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ നിലപാട്. നയപരമായിട്ടുള്ള GST കൗൺസിലില് അതാത് സംസ്ഥാനങ്ങളിലെ ധനവകുപ്പ് മന്ത്രിമാരുള്ളതുകൊണ്ട് ആ പ്രാദേശികമായ സംസ്ഥാനത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് ഇത് ഉന്നയിക്കണം. GST കൗൺസിൽ അപ്പൊ വലിയൊരു തുക. അപ്പൊ എന്താ വെച്ചാൽ KSFE നടത്തുന്ന ഒരു 10,000 കോടിയുടെ കുറി ഉണ്ടെന്ന് നോക്കിയാൽ അതിന്റെ ഈക്വലന്റ് ആയിട്ട് സ്വകാര്യ മേഖലയിൽ അതിന്റെ ആനുപാതികമായിട്ടുണ്ടെങ്കിൽ ഇതൊരു GST വരുമാനം ആണെങ്കിൽ പോലും കോൺട്രിബ്യൂഷനാണ് കേരളത്തിനുള്ളത്. ആക്ച്വലി ഫുൾ GST കേരളത്തിനല്ല. അപ്പോ സത്യം പറഞ്ഞാൽ ഫുള്ള് സ്റ്റേറ്റിന് കിട്ടുന്ന ഒരു ഇതാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റിന്റെ ഇൻകം ജനറേറ്റ് ചെയ്യാനെന്ന് പറയാം. പക്ഷെ എന്തുകൊണ്ടോ കേരളത്തിലെ ഇപ്പൊ ഭരിക്കുന്ന സർക്കാരിനോ അല്ലെങ്കിൽ ധനകാര്യ വകുപ്പ് മന്ത്രിക്കും ഇത് പറയുന്നില്ല ഒന്നുകിൽ, അല്ലെങ്കിൽ ഇവർ പറയുന്നത് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു, പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു, നമുക്കറിയില്ല. പക്ഷെ ഇത് 100% വളരെ അടിസ്ഥാനപരമായ ആളുകളുടെയാണ്. ഒരു 60-70% ആളുകളും ഇതിൽ അടിസ്ഥാനപരമായിട്ടുള്ള ആളുകളാണ്. അപ്പൊ ഈ GST വാങ്ങുന്നത് തീർച്ചയായിട്ടും വളരെ എന്താ പറയാ, സാധാരണക്കാരനോടുള്ള വെല്ലുവിളിയാണ്. ഒരുപാട് ഒഴിവ് GSTക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇതിലിപ്പോഴും ഒരു മാറ്റം വരുത്തിയിട്ടില്ല. ഈ സഹകരണ മേഖലയിലുള്ള
കുറി സംവിധാനം നിർത്തണമെന്ന് പറഞ്ഞാൽ പ്രായമില്ല വളരെ ഫലപ്രദമായിട്ട് അല്ല അതിന് അങ്ങനെയല്ല, അതിൽ പ്രത്യേകത ഉണ്ട് കേട്ടോ. മെച്ചമായിട്ട് നല്ല ജനകീയമായിട്ട് നമ്മുടെ പ്രസ്ഥാനം അല്ല അതിലൊരു കഥ ഒരു കാര്യം പറയാം നമുക്ക്. നോക്കൂ, അല്ല വളരെ അസോസിയേഷന്റെ നിലപാട് പറയാം. സഹകരണ സംഘങ്ങളും അതുപോലത്തെ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒന്നും ചിട്ടി നടത്തുന്നത് പൊട്ടയാണെന്നുള്ള അഭിപ്രായം നമുക്കില്ല GDS. പക്ഷേ ഞങ്ങളെ പോലത്തെ ഒരു റെഗുലേഷൻ, അത് ഒരു റെഗുലേറ്ററി അതോറിറ്റിയുടെ കീഴിൽ തന്നെ ആയിരിക്കണം അതിന്റെ നിയന്ത്രണം. ബിക്കോസ് ഞങ്ങളെ പോലുള്ള സ്വകാര്യ ചിട്ടി സ്ഥാപനങ്ങൾ നിക്ഷേപം കൊടുത്തുകൊണ്ട് സെക്യൂരിറ്റി വാങ്ങുകയാണ്. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ GDS എന്ന് പറയുന്ന സ്കീമിൽ നടത്തുന്ന ഗ്രൂപ്പ് ഡെപ്പോസിറ്റ് സ്കീം പറയുമ്പോൾ ഓപ്ഷൻ വയ്ക്കുന്നത് ചിട്ടിയുടെ സ്വഭാവമാണ്. അതിന്റെ മറ്റു ഘടകങ്ങളൊക്കെ ചിട്ടി സ്വഭാവത്തിലാവുകയും ചിട്ടി രജിസ്ട്രേഷൻ എടുക്കാതെ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ചെയ്തു എന്നുള്ളത് മാത്രമാണ്. നിങ്ങൾ പറഞ്ഞ കാര്യത്തിൽ 100% അഭിപ്രായം. അവരും ചിട്ടിയുടെ രജിസ്ട്രേഷൻ നിയമത്തിൽ വന്നാൽ സർക്കാരിന് വരുമാനം കൂടും, 1. 2 ക്ലിപ്തത വരും, സുതാര്യത വരും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം KSFB മോശമാണെന്നോ ഈ സഹകരണ സംഘങ്ങൾ മോശമാണെന്നല്ല, ഞങ്ങൾക്കും നല്ലതാ. ഞങ്ങളെ പോലത്തെ സ്വകാര്യ ചിട്ടി സ്ഥാപനങ്ങൾക്കും അപ്ഗ്രേഡ് ചെയ്യാനും തിരുത്താനും നന്നാവാനും പറ്റും. പക്ഷെ ഞങ്ങൾ ഒരു നിയമത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുകയും അവർക്ക് ഈ നിയമമൊന്നും ബാധകമല്ലാതെ തന്നെ ഇത് ചെയ്യുമ്പോൾ ഞങ്ങളെ പോലെയുള്ള ഈ കുറി കമ്പനികൾ ഏകദേശം വരുന്ന 16,000 വരുന്ന കുറി സ്ഥാപനങ്ങളും അതുമായി ബന്ധപ്പെട്ട ജീവനക്കാർ കക്ഷികൾ അവർക്ക് ഈ ആനുകൂല്യം കിട്ടുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അല്ലാതെ അത് തെറ്റാണെന്നുള്ള അഭിപ്രായമല്ല. ആ റെഗുലേഷന്റെ കീഴിലേക്ക് ഞങ്ങളെ പോലെ അവരെയും വരുത്തിയാൽ സർക്കാരിന് വരുമാനം ഉണ്ടാവും, ഒപ്പം അതിന് കൂടുതൽ കൺട്രോൾ ഉണ്ടാവും. ഇത് എന്താണ് അവിടെ എന്ന് വെച്ചാൽ ഒരു ഇപ്പൊ നേരത്തെ ഞങ്ങളുടെ ചെയർമാൻ പറഞ്ഞതുപോലെ ഒരു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നു ഇല്ലീഗൽ കുറി പൊളിഞ്ഞു പോയി, പത്രത്തിൽ വരുന്ന വാർത്ത, ഞങ്ങൾ അതിന് പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. ചിട്ടി സ്ഥാപനം പൊട്ടി. സത്യത്തിൽ ചിട്ടി സ്ഥാപനമാണോ? രജിസ്ട്രേഷൻ അതോറിറ്റിയുടെ അംഗീകാരം ഉണ്ടോ? ഉണ്ടാവില്ല. പേരുദോഷം ഓർഗനൈസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഞങ്ങൾക്കാണ്. ഞങ്ങൾ ഇവിടെ ഒരു പത്രസമ്മേളനം 2 കൊല്ലം മുമ്പ് നടത്തി. ഞങ്ങൾ സത്യമായിട്ടും ഞങ്ങളല്ല അതെന്ന് പറയേണ്ടി വന്നു. ഇത് പൊളിഞ്ഞത് വേറെ എന്താ ഒരു നിധി കമ്പനി പൊട്ടിയാലും ചിട്ടി എന്ന് പറയും. മനസ്സിലായോ? സോ NBFC പൊട്ടിയാലും പറയും. വേറെ നാട്ടിലൊരാള് 10 കാശ് മേടിച്ചു പോയാലും പറഞ്ഞ് ചിട്ടി കൊടുക്കുന്നു. ഞങ്ങൾ രജിസ്റ്റേർഡ് സർക്കാർ കീഴില് കേന്ദ്ര ചിട്ടി നിയമത്തിന്റെ കീഴിൽ പരിപൂർണമായി പ്രവർത്തിക്കുന്ന സ്ഥാപനവും അസോസിയേഷനും. ഇതാണ് ഞങ്ങളുടെ. മറ്റത് പൊട്ടയെന്ന അഭിപ്രായം ഇല്ല. ഞങ്ങളെ പോലെ അവരും ഈ ഓർഗനൈസേഷൻ ആക്സെപ്റ്റിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് അഭ്യർത്ഥന. ആദ്യം നടന്നത് കളക്ടറേറ്റ് മാർച്ച്, അതിനുശേഷമാണ് സെക്രട്ടേറിയറ്റ്. അതിന് ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ജില്ലയില് നമ്മുടെ അസോസിയേഷനിൽ ഇപ്പൊ 1200 മെമ്പർമാരാ. അതിന്റെ 20,000 ജീവനക്കാരെന്നുള്ളതാണ് കണക്ക്. അത് ആദ്യം അല്ലല്ല ഇപ്പൊ മാറിട്ടോ. ഇപ്പൊ ചിട്ടി സ്ഥാപനങ്ങളുടെ പ്രസക്തി അഖിലേന്ത്യാ വ്യാപകമായി തന്നെ വളരെ വളരെ വലിയ ഭീമന്മാർ വരുന്നു. കേരളത്തിലാണെങ്കിലും അത് വളരെ വ്യാപകം. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറയാം, തൃശൂർ ജില്ലയിൽ നിന്നും മാറിയിട്ടുള്ള ജില്ലകളിൽ ചിട്ടി നടത്തുന്ന സഹകരണ സംഘങ്ങൾ രജിസ്ട്രേഷന്റെ കീഴിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ അതും കൂടി പരിശോധിക്കുക. എറണാകുളം ജില്ല തൊട്ടുള്ള എടുക്കുക. അവിടെ ചിട്ടി ഈ GDS നടത്തുന്നത് ചിട്ടി ആക്ടിന്റെ കീഴിലാണ്. തൃശ്ശൂരത്തെ ഏറ്റവും കൂടുതൽ ചിട്ടി ഇങ്ങനെ ഇല്ലീഗലായിട്ട് നടത്തുന്ന സഹകരണ സംഘങ്ങൾ തൃശ്ശൂർ തൊട്ട് വടക്കോട്ട എന്ന് നമ്മുടെ ഒരു വിലയിരുത്തല് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഇത് കിട്ടാൻ വീണ്ടും സമയം എടുക്കുന്നുണ്ട്. അതും ഞങ്ങളുടെ സമരത്തിന്റെ ആവശ്യമാണ്. 3-4 മാസം കഴിഞ്ഞിട്ട് കിട്ടണം. അല്ല, സമര കൺവീനർ കൃത്യമായിട്ട് പറഞ്ഞോളാൻ പറയാം. കാരണം ഇവരുടെ അറിവിലേക്ക് തന്നെ പറയാം. പബ്ലിക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് കിട്ടും. ആർക്കും കൊടുക്കാനില്ല എന്നുള്ളത് തെളിവ് തന്നെ. അല്ല, അതന്നെ സുതാര്യമായിട്ട് ചിട്ടി നടത്തുന്നതിനൊരു തെളിവാണ്. നമ്മളൊരു ചിട്ടി തുടങ്ങി കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അവസാനിപ്പിച്ച് അത് സമർപ്പിച്ച് അതിൽ അവരിൽ നിന്ന് ലെറ്റർ വാങ്ങി ആ ലെറ്റർ അടക്കമാണ് നമ്മൾ രജിസ്ട്രാർക്ക് ഈ ലെറ്റർ കൊടുക്കുന്നത്. ഞങ്ങളുടെ ഡെപ്പോസിറ്റ് ചെയ്ത സംഖ്യ കിട്ടണം. ആ സംഖ്യ പോലും കൃത്യമായ സമയത്ത് കിട്ടുന്നില്ല. അല്ല, കഴിഞ്ഞതിന്റെ ഡെപ്പോസിറ്റ് തിരിച്ചിട്ടുള്ളൂ. കഴിഞ്ഞതിന്റെ കിട്ടണം. അല്ല, ഓരോ കുറിക്ക് ഞങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റില്ല. തമിഴ്നാട്ടിൽ അങ്ങനെ ചെയ്യാം, ഇവിടെ അതില്ല. ഇവിടെ എന്ന് വെച്ചാല് ഞങ്ങൾക്ക് ഇപ്പൊ 10 കൂറിയുടെ പൈസ അടച്ചിട്ടുണ്ട്. 12ാമത്തെ കൂറി തുടങ്ങും. 11ാമത്തെ 10 കാശ് കിട്ടിയില്ലെങ്കിൽ 11ാമത് തുടങ്ങണമെങ്കിൽ ഇത് വരവയ്ക്കില്ല. വരവച്ചാൽ മതി. ഇനി അങ്ങനെ ഒരു തീരുമാനം എടുത്താലും നല്ലതാണ്. ഇത് ട്രഷറിയിൽ എടുക്കുകയാണ് അല്ലെങ്കിൽ ബാങ്കിൽ എടുക്കുകയാണ്.
അല്ല അത് ലീൻ നോട്ട് ചെയ്ത് അവിടെ കിടക്കാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടിന്യൂഷൻ വരികയാണെങ്കിൽ ചിട്ടി കമ്പനികൾക്ക് നല്ലതാണ്. അത് നമുക്ക് നല്ലതാണ്. കാരണം സെക്യൂരിറ്റി കണ്ടിന്യൂ ചെയ്ത് പോവാണെങ്കിൽ മറ്റ് ഇതങ്ങനെയല്ല. തമിഴ്നാട്ടിലുണ്ട്. അത് അവിടെ കിടക്കും. ആ സെക്യൂരിറ്റി എമൗണ്ടിന് ഇക്വലന്റ് ആയിട്ട് കൂടി തുടങ്ങാം. 10-ാം തീയതി തൃശ്ശൂർ മാത്രമാണോ അതല്ല ജില്ലാ സ്ഥാനങ്ങളുണ്ടോ? തൃശ്ശൂരാണ് 10-ാം തീയതി. 10-ാം തീയതി തൃശ്ശൂർ പിന്നെ എറണാകുളം വേറെ ഡേറ്റ് ആണ്. കൊടുക്കാം. ഓക്കെ സാർ.